പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ അംബിക മോഹൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ പ്രാർത്ഥനയോടെ കേൾക്കാം. അതിലൂടെ അനുഗ്രഹിക്കപ്പെടാം. ദൈവം നാം മഹിമപ്പെടെ. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ അംബിക മോഹനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്താവിന്റെ ദാസി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. ഞാൻ ഹരിപ്പാട് അങ്ങാരകുളം എന്ന സ്ഥലത്താണ്. എനിക്ക് 2 പെൺമക്കളാണ്. 2 പേരെയും വിവാഹം കഴിഞ്ഞു. 2 പേരും കുടുംബമായി താമസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഓക്കെ, സിസ്റ്ററിനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, കർത്താവിനെ അറിയാനിടയായി തരുന്ന സാഹചര്യങ്ങൾ, ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ള നല്ല ഓർമ്മകൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിന് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. എനിക്കിങ്ങനെ ഒരു സാക്ഷ്യത്തിനായി എന്നെ വിളിച്ച പാസ്റ്റർക്കും ബഹുമാനപ്പെട്ട ഡാനിയൽ പാസ്റ്റർക്കും കുടുംബത്തിനും എല്ലാ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് അംബിക മോഹനാണ്. ഞാൻ ഹരിപ്പാട്, എൻ്റെ സ്വന്തം സ്ഥലം മലയൻകീഴ്, തിരുവനന്തപുരം മലയൻകീഴ് എന്ന സ്ഥലത്താണ്. എനിക്ക് 2 പെൺമക്കളുണ്ട്. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തയാള് പ്രിയങ്ക, ഇളയാള് പ്രിയ. മൂത്തയാള് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, ഇളയാള് ഒരു നേഴ്സിങ്. അങ്ങനെ അവർക്ക് 2 കുഞ്ഞുമക്കളുണ്ട്. അവർ കുടുംബമായി താമസിക്കുന്നു. പിന്നെ എൻ്റെ ഭർത്താവ് ഞാൻ മരിച്ചു പോയെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം ഗൾഫിലായിരുന്നു, മരിച്ചു പോയി. പിന്നെ ഞാൻ ഇപ്പോൾ ഹോം നേഴ്സിംഗ് നടത്തിയിരിക്കുന്നു. ആ ഹോം നേഴ്സിംഗിനെ ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞാൻ ബൈബിൾ ക്ലാസ് പഠിച്ചു. 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞു. ഇപ്പം ഒരു വർഷത്തെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് ഗ്രാജുവേഷൻ എടുക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ പാസ്റ്റർ ഒരു സാക്ഷിക്കായി വിളിച്ചത് ഏറ്റവും വലിയ ഈ ലോകത്ത് ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ വീട് ട്രിവാൻഡ്രത്ത് മലയൻകീഴ് എന്ന സ്ഥലത്താണ്. മലയൻകീഴ് അവിടെ ഞങ്ങള് അച്ഛനുണ്ട്, അമ്മയുണ്ട്. അവര് ഇപ്പൊ മരിച്ചു പോയി. എനിക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ 8 സഹോദരങ്ങളാണ്. എനിക്ക് 2 ചേച്ചിമാര്, 2 സഹോദരങ്ങള്, 3 സഹോദരന്മാര്, 2 ചേച്ചി, 2 അനുജത്തിമാര്. ഞങ്ങൾ എല്ലാവരും കൂടെ 8 പേരാണ്. ഞാൻ 6ാമത്തതാണ്. 6ാമത്തെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ മരപ്പണിയാണ്. ഞങ്ങൾ ആശാരി ജാതിക്കാരാണ്. ആശാരി ജാതി മരപ്പണി ചെയ്യുന്നതാണ്. അപ്പൊ എൻ്റെ അച്ഛനാണെങ്കിൽ വലിയൊരു കൃഷ്ണ ഭക്തനായിരുന്നു അച്ഛൻ. പിന്നെ ഭയങ്കര കൃഷ്ണഭക്തൻ എന്ന് പറഞ്ഞാൽ കോവിലില് ഒക്കെ പോയി രാവിലെ ആകുമ്പോഴും സൂര്യോദയം ചെയ്യുന്ന ഒരു ഞങ്ങൾ അങ്ങനെയാണ് കണ്ടു വളർന്നത്. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ ചെറുതായിരുന്ന സമയത്താണെങ്കിൽ എന്നും ഇപ്പോഴും ഞാൻ അന്ന് ഈ കാര്യം ഞാൻ ഇപ്പൊ ഓർക്കുന്നു. വിളക്ക് കത്തിക്കണം എന്നും. വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യ നേരം ആകുമ്പോൾ വിളക്ക് കത്തിക്കണം. പിന്നെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. വലിയ ഫോട്ടോസുകളുണ്ട്. അയ്യപ്പന്റെ ഒന്ന്, കൃഷ്ണന്റെ ഒന്ന്, സരസ്വതി ദേവിയുടെ ഒന്ന്, മുരുകന്റെ ഒന്ന്. അത് 4 വലിയ ഫോട്ടോസുകളാണ് മുകളിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ഫോട്ടോസ് ഒരു കൃഷ്ണന്റെ, അത് താഴെ സ്റ്റാൻഡ് അടിച്ച് ശാമ്പ്രാണി തിരി കത്തിക്കണം. എന്ന് രാത്രി അച്ഛൻ വരുമ്പോ വിളക്ക് അത് എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. വിളക്ക് കത്തിക്കണം, വിളക്ക് കത്തിച്ചില്ലെങ്കിൽ നല്ല അടി കിട്ടുമെന്ന് പേടിയുണ്ട്. അങ്ങനെ തുളസിപ്പൂ അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ ഇതെല്ലാം ഹാരം കെട്ടിയാണ് ഇടാൻ. അപ്പൊ എൻ്റെ അമ്മച്ചി ഉണ്ട്. എൻ്റെ അമ്മച്ചിയാണെങ്കിൽ ഞങ്ങളെ അമ്മ എന്നാ വിളിക്കുന്നത്. അമ്മ. അങ്ങനെ അമ്മ പറയും, എന്ന് സന്ധ്യക്ക് പറയും, നീ വിളക്ക് കത്തിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിരിക്കുന്ന അടി കൊള്ളും, അതുകൊണ്ട് പെട്ടെന്ന് വിളക്ക് കത്തി. അങ്ങനെ ഞാൻ പെട്ടെന്ന് വിളക്ക് കത്തിക്കും. എന്നും അച്ഛൻ വരുമ്പോൾ ആ വിളക്ക് കത്തിയിരിക്കണം. അതുകൊണ്ട് നിറയെ എണ്ണ ഒഴിച്ച് ഞങ്ങൾ വിളക്ക് ഇങ്ങനെ കത്തിച്ച് തിരി അണയാതെ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ചിലപ്പോൾ ഈ നമ്മുടെ ആശാരി ജോലി കൊണ്ട് ശകലം മദ്യപിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് പേടിച്ച് ഞാൻ വിളക്ക് കത്തിച്ച് വെക്കും. അങ്ങനെയാണ് ഞങ്ങൾ ശീലിച്ചത്. ആ സമയത്ത് തന്നെ എൻ്റെ മൂത്ത സഹോദരന്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ എൻ്റെ സഹോദരൻ വിവാഹം കഴിച്ചത് അങ്ങ് മീനാങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അവിടെ അച്ഛന്റെ പെങ്ങളുടെ മോളെയാണ് വിവാഹം കഴിച്ചത്.
അപ്പൊ ആ പെങ്ങളുടെ മുഖം കഴിച്ചപ്പോ അവിടെ വലിയ കൊട്ടി അമ്പലവും എല്ലാം ഉള്ളതാണ്. അപ്പൊ സ്കൂളില് അവധി ദിവസം, സ്കൂൾ അടയ്ക്കുന്ന ദിവസം ഞാൻ അവിടെ പോകും, അവരെ വീട്ടിൽ പോകും. അവിടെ പോകുമ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കര കൊടിതിയും പിന്നെ വെള്ളിയും ചൊവ്വയും ഞായറും ഈ 3 ദിവസമൊക്കെ പൊങ്കാല ഇടക്കം, പൊങ്കാല എന്റെ നാത്തുവിന്റെ സഹോദരൻ കൈകൊണ്ട് കോരക്കം, ഇതൊക്കെ തന്നെ നമ്മൾ ഭക്തിയോടെ ദൈവത്തെ നോക്കി നിൽക്കും പേടിച്ച്. അങ്ങനെ കണ്ട് നമ്മൾ വളർന്നതാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ അവര് ആ അമ്പലത്തിൽ നിന്ന് അവര് ചന്ദനമൊക്കെ ഇട്ട് പിന്നെ ഭസ്മമൊക്കെ ഇട്ട് അവരെ രോഗങ്ങൾ മാറുന്നത്. അങ്ങനെ ഒരു നാൾ അവർക്ക് സുഖമില്ലാത്ത, യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്ന ആ സമയത്താണ്, എന്റെ കുഞ്ഞുനാളില്. അപ്പൊ അങ്ങനെ അവര് അവിടെ ഇട്ട് ഭസ്മം ഇട്ടിട്ട് കുറവില്ല. അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറവില്ലാത്തതുകൊണ്ട് നേരെ നമ്മുടെ വീട്ടിൽ വരെയാണ്, മലയൻകീഴ് വരെയാണ്. മലയൻകീഴ് എന്ന് പറഞ്ഞു ഇതുപോലെ എനിക്ക് സുഖമല്ല, ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് 5-ാം പനി പോലെയാണ് ദേഹത്ത്, ഈ കുത്തായിട്ടുള്ള ദേഹം, ശരീരം അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു നാത്തൂന്. അങ്ങനെ ആശുപത്രി പോയിട്ട്, ഹോസ്പിറ്റലിൽ പോയിട്ട് കുറവില്ലാത്തതുകൊണ്ട് എല്ലാവരും പറഞ്ഞ് ഒരു ചർച്ച് ഉണ്ട് അവിടെ, ഒരു കന്യാസ്ത്രീ മഠമുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു സ്കൂളും പള്ളിയും ഉണ്ട്, RC ചർച്ചാണ്. അപ്പൊ അവിടെ കൊണ്ടുപോയാൽ മതി. അപ്പൊ ഈ കന്യാസ്ത്രീ മഠം കുറച്ച് ദൂരെ ഇരിക്കുന്നത്. അപ്പൊ അവിടെ കൊണ്ടുപോയാൽ മതി, ഫാദർ അവിടെ കാണും, എന്നെ പ്രാർത്ഥിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ നാത്തുവിനെ പതുക്കെ പിടിച്ച് കൊണ്ടുപോവുകയാണ്. അവർക്ക് നടക്കാൻ വയ്യാത്തൊരവസ്ഥ. പക്ഷെ ഒരു കുഴിയിൽ കൊണ്ട്, ഞാൻ ചെറുതാണ്, അവരിത്തിരി വണ്ണിച്ചുള്ളതാണ്. അപ്പൊ അവർ കുഴിയിൽ കൊണ്ട് ഞാൻ തള്ളിയിടുകയും ചെയ്ത് അവിടുന്ന് പിടിച്ച് എടുത്ത് വീണ്ടും കന്യാസ്ത്രീ മഠത്തിൽ കൊണ്ടുപോയി ഒരു കുപ്പി എണ്ണയും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിനടുക്ക് അധികമായിട്ട് ക്രിസ്ത്യാനികളില്ല, ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കോവിലിൽ പോകാൻ വരെയുള്ളതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ആ ക്രിസ്ത്യാനികളെ പറ്റിയുള്ള ഒരു ചിന്ത നമുക്കില്ല. ചർച്ച് പാട്ട് കേൾക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്, അല്ലാതെ വേറെ നമുക്കൊന്നും അറിയത്തില്ല. അങ്ങനെ കൊണ്ടുപോയി എണ്ണ പ്രാർത്ഥിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നാത്തുവിന്റെ അസുഖം പൂർണ്ണമായിട്ട് പകുതി അങ്ങ് കുറഞ്ഞു. പിന്നെ അവർക്ക് നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അവർക്ക് നടക്കാം നല്ല ഒരു ഇതായപ്പോ അവരാ അങ്ങ് മീനാങ്കെ സ്ഥലത്ത് അങ്ങ് പോവുകയും ചെയ്തിട്ട് വീണ്ടും പിന്നെ ഞങ്ങള് ഇത് ആയെങ്കിലും ഞങ്ങൾ ഹിന്ദുക്കളാണല്ല, അവർക്ക് സുഖമായി എങ്കിലും ഹിന്ദുക്കളാണെങ്കില്ല. അപ്പൊ അവരവിടെ പോയി വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി ചർച്ചിലൊക്കെ പോയി അവർക്ക് പൂർണ്ണമായി സൗഖ്യം ദൈവം കൊടുത്തപ്പോ വീണ്ടും അവരെ വീടിന്റെ വസ്തുവിൽ ഒരു ചർച്ച് കെട്ടി പാസ്റ്റർമാരൊക്കെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങളിവിടെ കോവിലും ഒക്കെ ആണെന്ന്. പാടിടാം ഞാനും സ്നേഹത്തിൻ ഗാനം, കേൾക്കാനായി വന്നിടുമോ സ്നേഹിതാ, യേശുവിൻ സ്നേഹം പാടാം ഞാൻ, ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. പാടിടാം ഞാനും സ്നേഹത്തിൻ ഗാനം, കേൾക്കാനായി വന്നിടുമോ സ്നേഹിതാ, യേശുവിൻ സ്നേഹം പാടാം ഞാൻ, ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. നാടില്ല വീടില്ല ചെല്ലാനൊരിടമില്ല, ഒടുവിൽ ഞാൻ കുരിശിന്റെ ചുവടോരം തേടി. നാടില്ല വീടില്ല ചെല്ലാനൊരിടമില്ല, ഒടുവിൽ ഞാൻ കുരിശിന്റെ ചുവടോരം തേടി. നീറുമി മനസ്സിലെ ശോകങ്ങളെല്ലാം സന്തോഷമായി മാറ്റിയ യേശുനാഥൻ, നീറുമി മനസ്സിലെ ശോകങ്ങളെല്ലാം സന്തോഷമായി മാറ്റിയ യേശുനാഥൻ. യേശുവിൻ നാമം ഒരത്ഭുതനാമം, പാപികളിൽ കനിയുന്നൊരു നാമം. യേശുവിൻ നാമം ഒരത്ഭുതനാമം, പാപികളിൽ കനിയുന്നൊരു നാമം. പാടിടാം ഞാനും സ്നേഹത്തിൻ ഗാനം, കേൾക്കാനായി വന്നിടുമോ സ്നേഹിതാ, യേശുവിൻ സ്നേഹം പാടാം ഞാൻ, ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. രാജാതിരാജ
രാജാവേ കർത്താതി കർത്താവേ ഉന്നതനാം ദേവനെ വാഴ്ത്തുന്നു മോദം. രാജാതി രാജാവേ കർത്താതി കർത്താവേ ഉന്നതനാം ദേവനെ വാഴ്ത്തുന്നു മോദം. നരകാഗ്നിയിൽ ഞാൻ വെന്തരിയാതെ സ്വർഗീയ പറുദീസ നൽകിയല്ലോ. നരകാഗ്നിയിൽ ഞാൻ വെന്തരിയാതെ സ്വർഗീയ പറുദീസ നൽകിയല്ലോ. യേശുവിൻ നാമം ഒരത്ഭുത നാമം, പാപികളിൽ കനിയുന്നൊരു നാമം. യേശുവിൻ നാമം ഒരത്ഭുത നാമം, പാപികളിൽ കനിയുന്നൊരു നാമം. പാടിടാം ഞാനും സ്നേഹത്തിൻ ഗാനം, കേൾക്കാനായി വന്നിടുമോ സ്നേഹിതായൻ. യേശുവിൻ സ്നേഹം പാടാം ഞാൻ, ആ ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ, ആ യേശുവിൻ സ്നേഹം പാടാം ഞാൻ, ആ ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. എനിക്ക് ഒരു വരി പാടുവാൻ എനിക്ക് കഴിയുന്നത് എൻ്റെ കർത്താവ് തന്ന കൃപയാണ് ഫസ്റ്റ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ അവിടെ ഞങ്ങളുടെ വീട്ടിന്റെ മുകളില് ചർച്ചുണ്ട്. ആ ചർച്ചില് എന്നും ശനിയും ഞായറും വെള്ളിയും 3 ദിവസവും പാട്ടിടുമ്പോ വല്ലാത്ത ഒരു മനസ്സിന് ഒരു സ്നേഹം, ഒരു സമാധാനം. അപ്പം ഇതിൽ പിന്നെ ഞങ്ങളെ വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു. ആ റേഡിയോയിലാണെങ്കിൽ എന്നും പാട്ടൊക്കെ ഇടും, സിനിമാ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ലളിതഗാനം ആഴ്ചയിൽ ഒരു ദിവസമുണ്ട്. ആ ലളിതഗാനം ഞാൻ എന്നും പേനയും പേപ്പറും എടുത്ത് വെച്ചോണ്ടിരിക്കും, എഴുതി സ്കൂളിൽ പാടാൻ വേണ്ടി. അപ്പൊ അങ്ങനെ അതങ്ങ് മാറ്റിയിട്ട് അറിയാറായപ്പോ ഈ പാട്ട് ചർച്ചിൽ പാടുന്ന പാട്ട് വരുമ്പോ ഞാൻ അതിനെ എഴുതിയെടുത്ത് പാടുമ്പോ മനസ്സിന് വല്ലാത്ത ഒരു സ്നേഹം, ഒരു സമാധാനം എനിക്ക് കിട്ടുമായിരുന്നു. അപ്പൊ അന്ന് കിട്ടിയ ആ സ്നേഹത്തിന്റെ ആ പാട്ടാണ് കർത്താവെ എനിക്ക് പാടാൻ, ഒരു വരി പോലും പാടാൻ അറിയാത്തതാണ്. ഇപ്പം ഇത്തിരി താളത്തിൽ ബോധത്തിലൊക്കെ പാടുന്നു. മുമ്പൊക്കെ പാടും, പക്ഷെ എങ്ങനെയാണൊക്കെ പോകുന്നൊന്നും അറിയില്ല. അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് എന്നെ കൊണ്ടുപോയത്, എന്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. എന്റെ വിവാഹം പാറശാലയാണ്. പാറശാല ഇവിടുന്ന് പോയപ്പോ അതിനേക്കാൾ ഹിന്ദുക്കളാണ് അവിടെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിന്ദുക്കൾ. അവരെല്ലാരും നാത്തൂനും അമ്മയും മാമനും എല്ലാരും ഹിന്ദുക്കള്. അപ്പൊ ഞങ്ങള് തമിഴ്നാട് കോവിലുകളൊക്കെ എല്ലായിടും പോകും, എല്ലാ കോവിലിടും പോകും. അപ്പൊ ഞാൻ പോയി. മൂത്ത മോള് ഉടനെ എന്റെ ഹസ്ബൻഡ് സൗദിയിൽ പോയി അവിടെ 4.5 വർഷം ഇരുന്നിട്ട് പിന്നെ 4.5 വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. 4 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇളയ മോളൂടെ ഉണ്ടായി. അങ്ങനെ 2 പേരും. അപ്പൊ പിന്നെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ആയപ്പോ നമുക്ക് വീട് മാറേണ്ടി വന്നു. വീട് മാറി ഞങ്ങളൊരു വീട് താമസിക്കാൻ പോയി, വേറെ ഒരു വീട് വാടകയ്ക്ക് താമസിക്കാൻ പോയി. അവിടെ പോയി ഒരു അടച്ചിട്ടിരുന്ന വീടായിരുന്നു. നമ്മൾ അവിടെ പോയി ഒരു 15-16 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ മുറ്റത്ത് തുണി അലക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. തുണി അലക്കിക്കൊണ്ട് നിന്നിട്ട് എനിക്ക് എനിക്ക് നൂരാൻ പറ്റാത്തൊരവസ്ഥയിലായി. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ ആരോട് ചോദിക്കാൻ. അപ്പൊ മുറ്റത്ത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിന്റെ മുറ്റത്തൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ആ കൊച്ചു കേട്ട്, ചേച്ചി എന്തോ പറ്റിയെന്ന് പറയും. ഞാൻ അവളെ പെട്ടെന്ന് ഇങ്ങനെ പതുക്കെ കൈയാട്ടി വിളിച്ചിട്ട്, മോളിങ്ങി വാ, എന്നെത്തി വീട്ടിനകത്ത് പിടിച്ചുകൊണ്ടിരുത്തെന്ന് പറഞ്ഞു. അപ്പൊ അവള് പിടിച്ചുകൊണ്ടിരുത്തി. അന്ന് എനിക്കൊരു ശ്വാസം മുട്ടലുണ്ടായി പാസ്റ്റേ. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇല്ലാത്തൊരു വേദനയും ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ടായി. ആ ശ്വാസം മുട്ടലിൽ ഞാൻ ഹോസ്പിറ്റലിൽ എല്ലായിടും പോയിട്ട് എനിക്ക് മാറിയില്ല. അപ്പൊ ആൾക്കാർ പറയുന്ന മരുന്നെല്ലാം ചെയ്യും, ആൾക്കാർ പറയുന്നിടത്തെല്ലാം പോകും. അപ്പൊ പറയും കരിസ്മേറ്റിക്കിലൊരു തൊടുവെട്ടിയിൽ കരിസ്മേറ്റിക്കിൽ ഒരു ചർച്ചുണ്ട്, ധ്യാന കേന്ദ്രമാണ്. അവിടെ പോയി ധ്യാനം ഇരുന്നാ മാറും, നിങ്ങൾ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ധ്യാനത്തിനായിട്ട് അവിടെ പോയി. രാവിലെ പോകും. അവിടെ എന്നും ധ്യാനമുണ്ട് 10-40 ദിവസം. എന്നാൽ ഇടയ്ക്കിടെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോകും. അവിടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയച്ചിട്ട് ഞാൻ പോയി. അപ്പൊ ഹസ്ബൻഡ് ജോലിക്ക് പോകുമല്ല. അപ്പൊ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കുറെ സുഖം ഇല്ലാത്തതുകൊണ്ട് അവിടെ ധ്യാന കേന്ദ്രത്തിൽ പോയി. അവിടെ പോയി കുറച്ച് സമയം ഇരിക്കുമ്പോൾ സുഖം കിട്ടും, വീട്ടിൽ വരുമ്പോൾ വീണ്ടും തുടങ്ങും. അങ്ങനെ പല മന്ത്രങ്ങളും പല തന്ത്രങ്ങളും നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും കുറയാതെ ഞങ്ങൾ വീട് മാറി. അപ്പോഴാണ് പറഞ്ഞത് അവിടെ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കൂട്ടിയിട്ടതെന്ന്. അപ്പൊ അതിന്റെ പിശാചായിരിക്കും എന്റെ ശരീരത്തിൽ നിന്ന്. എനിക്ക് അപ്പോഴൊന്നും അറിയാൻ സാധിക്കില്ല, നമ്മൾ ഇത്രയും ബുദ്ധിയൊന്നും ഇല്ലായിരുന്നല്ല. അപ്പോഴും നമ്മൾ മന്ദബുദ്ധിയാണല്ല, ഇപ്പോഴല്ലേ ദൈവം തന്ന ബുദ്ധി ഞാനുള്ളത്. അങ്ങനെയായി ഞാൻ അങ്ങനെ
സ്കൂൾ ഹോസ്പിറ്റലിൽ പോവാതെ വീണ്ടും നമ്മൾ അവിടുന്ന് വീട് മാറി. ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമില്ല, കാരണം അത്രമാത്രം ഗുളിക കഴിക്കാണ്. ഗുളിക കഴിച്ച് ഈ ശ്വാസം മുട്ടലിനുള്ള ഗുളിക കഴിക്കുമ്പോൾ ആ മെഡിക്കൽ സ്റ്റോറിലുള്ള അവര് തന്നെ ഇതെന്തോന്നിനെ ഈ ഗുളിക എത്രയും മേടിച്ചിട്ട് പോകുന്നത് അവർ ചോദിക്കും. അത്രമാത്രം ഞാൻ കഴിക്കുകയാണ് ഗുളിക. എനിക്ക് ഒരു ഗുളിക കഴിച്ച് ഒരു 5 മിനിറ്റ് സുഖമാവും, വീണ്ടും ഒരു ഗുളിക കഴിച്ച് 5 മിനിറ്റ് സുഖമാവും. ഇങ്ങനെയാണ് എന്റെ അസുഖത്തിന്റെ ഇത് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയായി വീണ്ടും അവിടുന്ന് മാറി, വീട് മാറിയിട്ട് വീണ്ടും നമ്മൾ വേറെ അതിന്റെ കുറച്ചടുത്ത് വേറൊരു വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോ അവിടെ താമസിച്ചപ്പോ ഒരു മുറി നമുക്ക് അത് മാറ്റിയിട്ടിട്ടാ നമുക്ക് തന്നത്. അപ്പൊ അവിടെ എന്തെന്നായിട്ട് പറഞ്ഞു, പടങ്ങൾ ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയായി വെള്ളിയും ചൊവ്വയും ഞായറും ആകുമ്പോ ആ ചേച്ചി തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. ആ ചേച്ചി വന്ന് പൂജ ചെയ്യും. അപ്പൊ അവിടെ പോയപ്പോ എനിക്ക് കുറച്ചുകൂടെ കൂടി, വീട് ശരിയില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞു, അവിടെ നിങ്ങൾ ചർച്ചിൽ പോയാൽ മതി, ഇവിടെ അടുത്തൊരു RC ചർച്ച് ഉണ്ട്, അവിടെ പോയാൽ മതി, കുടുംബമായിട്ട് സ്നാനം എടുത്താൽ മതി, നമുക്ക് അവിടെ പോയ സുഖമാവുന്ന കൊണ്ട് ഞാനും എന്റെ ഹസ്ബൻഡും എന്റെ 2 മക്കളും കൂടെ നമ്മൾ അവിടെ കുടുംബമായി പോയി സ്നാനം എടുത്ത് RC ചർച്ചിൽ പോയി. അവിടെ സ്ഥിരമായിട്ട് അവിടെ പോവുകയും RC ചർച്ചിൽ പോയി സ്നാനം എടുക്കുകയും അവിടെ എന്നെ കൊയറിലാക്കി പാട്ട് പാടാനും കൂടെ ഒക്കെ എന്നെ എടുക്കുക, അങ്ങനെയൊക്കെ ഇരുന്ന്. അങ്ങനെയായി വീണ്ടും എനിക്ക് അവിടെ നിന്നിട്ടില്ല. ഒരു ദിവസം ചേട്ടൻ ജോലിയൊക്കെ എടുത്ത് ചെയ്യുന്ന ആളായിരുന്നു, ആശാരിപ്പണി ജോലിയൊക്കെ എടുത്ത് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പം കൂടെ പോകുന്ന ഒരു പയ്യന്റെ അമ്മ പറഞ്ഞു, മോളെ ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല, എന്റെ മോളുടെ വീടിന്റെ അടുക്ക മാമ്പഴക്കര എന്നൊരു സ്ഥലത്ത് അവിടെ ഒരു പൂജ ചെയ്യുന്ന ഒരു വീടുണ്ട്, അവിടെ പോയി പൂജ ചെയ്ത മോളുടെ അസുഖം മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. അത് 10,000 രൂപയാവും അവിടെ കൊടുക്കാൻ. ഞാൻ പറഞ്ഞു കൊടുക്കാം, പോകാമെന്ന് പറഞ്ഞ് അങ്ങ് പോയി. അവിടെ പോയി ഒരു ദിവസം രാത്രി 12 മണി വരെ രാത്രി ഇരുന്ന് പൂജ ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ 2 മണിയായി. അവര് പൂജ ചെയ്ത് കയ്യിലൊരു നൂല് കെട്ടി തന്നിട്ട് പറഞ്ഞ്, ഈ നൂല് പിന്നെ വീട്ടിൽ പോയിട്ട് അഴിച്ചിട്ട് ഈ വേറൊരു നൂല് തന്നു, ഈ നൂലിനെ കെട്ടണമെന്ന് പറഞ്ഞു. അപ്പോണ്ട് ഞാൻ വീട്ടിൽ പോയി കേറാൻ നേരത്തിന് നൂല് അഴിച്ചിട്ട് വേറെ അടുത്ത നൂല് കെട്ടിയതും എന്റെ അസുഖം വീണ്ടും കൊണ്ടങ്ങ് കൂടി. വീണ്ടും വളരെ ബുദ്ധിമുട്ടും പ്രയാസത്തിലും ഒക്കെ ആയി. എനിക്ക് ഒരിക്കലും പിന്നെ എനിക്കൊരു സമാധാനം കിട്ടാതെ ഒരേ അവസ്ഥയിലായിട്ട് കിടന്നു, കുറെ നാൾ വരെ കിടന്നു. എനിക്കൊരു ജോലി ചെയ്യാനാ, മക്കളെ കാര്യങ്ങൾ നോക്കാനാ, ഒന്നിനും ചെയ്യാതെ ഒരേ അവസ്ഥയിൽ കിടന്ന് വീണ്ടും അവിടെ വീട് കൊള്ളൂലെന്ന് പറഞ്ഞ് വീണ്ടും അവിടുന്ന് മാറി വേറൊരു വീട്ടിൽ പോയി താമസിച്ച് ഒരു 4-5 മാസം കഴിഞ്ഞപ്പം എനിക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത വന്ന് ഞാൻ വീണു. എന്റെ നാവങ്ങ് താന്നു, സംസാരിക്കാൻ പറ്റൂല, കൈയും കാലും തണുത്ത്. അപ്പൊ എന്റെ മൂത്ത മോളുടെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ അച്ഛൻ പാസ്റ്ററാണ്. അപ്പൊ അവള് എന്നെ ഒരു ആട്ട പിടിച്ച് എന്നെ ആ ബന്ധക്കോസ് സഭയാണ് നടത്തുന്നത്, അവിടെ സഭയെ കൊണ്ടുപോയിട്ട് പാസ്റ്റർ പറഞ്ഞു അപ്പൊ മോളുടെ എന്താണ് ചോദിച്ചത്, അത് അറിയില്ല അമ്മ, ഇങ്ങനെ വീണു. അപ്പൊ എന്റെ കൂടെ സംസാരിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, നാവ് ഇങ്ങനെ പൊങ്ങുന്നില്ല, ദേഹമൊക്കെ തണുത്ത്. അപ്പം പാസ്റ്റർ എണ്ണ എടുത്ത് പ്രാർത്ഥിച്ച് ശരീരമൊക്കെ പുരട്ടിയിട്ട് കുറെ കഴിഞ്ഞപ്പോണ്ട് കാലും കൈയും ഒക്കെ ഇങ്ങനെ തിരുമിയിട്ട് കുറെ കഴിഞ്ഞപ്പോണ്ട് എനിക്ക് നാവൊക്കെ സംസാരിക്കാം. അപ്പം ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. അതോടുകൂടി പിന്നെ ആ എണ്ണ പറ്റി പാസ്റ്റർ പ്രാർത്ഥിച്ചു. അതോടുകൂടി എന്റെ അസുഖം അപ്പോഴത്തേക്ക് എനിക്ക് ശരിയായി. അപ്പൊ അങ്ങനെ കുറെ ദിവസം അവിടെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മള് ചർച്ചില് RC ചർച്ചിലാണ് പോകുന്നത്. ബന്ധക്കോസ് ചർച്ചിൽ പോകുന്നത് ഹസ്ബൻഡിന് ഇഷ്ടമില്ല, ആഭരണ ഊരുമല്ല. എനിക്കും അത് ഇഷ്ടമല്ല ബന്ധക്കോസ് ചർച്ചിൽ പോകുന്നത്. ആഭരണ ഊരണം, കരി എഴുതാൻ പറ്റൂല, പൊട്ടിടാൻ പറ്റൂല, ഒരുങ്ങാൻ പറ്റൂല, അങ്ങനെയൊക്കെയുള്ള ചിന്തയായിരുന്നു എന്റെ ചിന്തയും. അങ്ങനെയായി എനിക്കും അത് ഇഷ്ടമല്ലായിരുന്നു. ഉരുപ്പടിയിട്ട് കൊണ്ട് പോകാൻ ഇഷ്ടമുണ്ട് ബന്ധക്കോസ് ചർച്ചിൽ, പക്ഷെ അവിടെ പോകുന്നത് അങ്ങനെ ശരിയല്ലല്ലോ എന്ന് കരുതി. അങ്ങനെയായി ഞങ്ങൾ പിന്നെ നേരെ എന്റെ ഹസ്ബൻഡിന് എന്റെ സഹോദരൻ സൗദിയിലായിരുന്നു, അണ്ണൻ ഒരു വിസ കൊടുത്ത് സൗദിയിൽ പോവാൻ വേണ്ടി ഉള്ള ഒരു ഇത്. അപ്പൊ അങ്ങനെ എന്റെ സഹോദരൻ സൗദിയെ കൊണ്ടുപോകാൻ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നാട്ടിൽ വന്നു. ഇവിടെ മലയൻകീഴ് വന്നു, പാറശാലയിൽ നിന്ന് നേരെ ഇങ്ങനെ മലയൻകീഴ് വന്ന് എന്റെ ഹസ്ബൻഡിനെ പിന്നെ സൗദിയിൽ കൊണ്ടുപോയി. അങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് 4.5 വർഷം ഇരുന്ന്. ഇതിനിടയ്ക്ക് ഞാനും എന്റെ മക്കളും സ്നാനപ്പെട്ടു. ആദ്യമായിട്ട് എനിക്ക് ചർച്ചിൽ പോകാൻ വേണ്ടി ഞാൻ ഇരിക്കുവായിരുന്നപ്പോ എന്റെ ചേച്ചി പറഞ്ഞു, നമുക്ക് ചർച്ചിൽ പോവാൻ, നിന്റെ അസുഖം മാറും. ഞാൻ പോയി എപ്പോഴും എനിക്ക് കിടക്കുകയാണ് സുഖമില്ലാതെ. എന്റെ നേരെ മൂത്ത ചേച്ചി, ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, എന്റെ നേരെ മൂത്ത ചേച്ചി ആദ്യം സ്നാനപ്പെട്ടതെല്ലാം എന്റെ വല്യണ്ണനും എന്റെ നാത്തൂന്. രണ്ടാമത് എന്റെ ചേച്ചിക്ക് ഒരു വശത്ത് സ്തംഭിതമായി, അവള് സുഖമില്ലാതെ. കാരണം പാറശാല ആയതുകൊണ്ട് ഫോൺ വിളി ഒന്നും ഇല്ലല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ചേച്ചി ഇടയ്ക്ക് സ്നാനപ്പെട്ടത് അവളെ എപ്പോഴും പറയും, എപ്പോഴും അവളെ മനസ്സിൽ തോന്നി, കുഞ്ഞാടി രക്തത്തിൽ കുളിച്ചോ. എന്റെ നാത്തൂൻ അവളെ കൊണ്ടുപോയി ഒളിച്ചു കൊണ്ടുപോയി ആ സ്നാനം എടുപ്പിച്ചത്.
ആരും അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ വിളിച്ചു കൊണ്ടുപോയി അവൾക്ക് സ്നാനം എടുത്തത്. അങ്ങനെ അവള് സ്നാനം എടുത്തു. അപ്പം അവള് എന്നെ പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. നാട്ടിൽ നിന്ന് പാറശാലയിൽ നിന്ന് മല്ലയങ്കിരി വന്ന് കുഞ്ഞമ്മയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നു. അപ്പോഴും എന്റെ ചേച്ചി പറയുന്നു, നമുക്ക് ചർച്ചിൽ പോവാം, നിന്റെ അസുഖം മാറും. ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് അവിടെ നിന്ന് വീട് മാറി വേറൊരു വീട്ടിൽ നമ്മൾ താമസിച്ച് എന്റെ പറഞ്ഞ്, നീ വാ, ചർച്ചിന്റെ അടുക്ക ഒരു വീടായിരുന്നു. ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടി ഇറങ്ങി നിന്നപ്പോൾ അവൾ ചർച്ചിൽ പോവാൻ വേണ്ടി വരെയുണ്ട്. വെള്ളിയാഴ്ച ദിവസമാണ്. എന്റെ പറഞ്ഞ് ചർച്ചിൽ പോവാൻ നീ വാ. ഞാൻ പറഞ്ഞില്ലെന്ന്. അവൾ എന്റെ കൈയിനെ വലിച്ചു പിടിച്ചുകൊണ്ട് വന്ന്, നീ വാ ഇങ്ങോട്ട്, ഹോസ്പിറ്റലിൽ പോണ്ട. അന്ന് എന്നെ ചർച്ചിൽ കൊണ്ടിരുത്തി പാസ്റ്റർ. അന്ന് വെള്ളിയാഴ്ച ഇരുന്ന്. അന്ന് ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്ന. അന്ന് വെള്ളിയാഴ്ച തുടങ്ങിയ ഉപവാസം ഇന്ന് വരെ നിർത്തിയിട്ടില്ല ഞാൻ. എത്രയോ വർഷമായി കർത്താവ് എന്നെ നിലനിർത്തുന്നു. ആമേൻ, സ്തോത്രം. ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഈ ദൈവത്തെ ഞാന് അറിയാതിരുന്നെങ്കിൽ ഞാൻ എവിടെയൊക്കെ പോകുമായിരുന്നു. എന്റെ ദൈവം, എന്റെ വലിയവനായ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് എന്റെ കർത്താവിന് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഈ ദൈവത്തെ രുചിച്ചറിയാൻ പറ്റുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട്, ദൈവം ഒന്ന് ചെയ്താൽ അത് നന്മയ്ക്കായിട്ട്, ഒരു തിന്മ ചെയ്യുന്നത് നന്മയ്ക്കായിട്ടാണ് ദൈവം ചെയ്യുന്നത്. നമ്മള് ആരെങ്കിലും ഒരു തിന്മ പറഞ്ഞാൽ നമ്മൾ മറുപടി പറയാതിരുന്നാൽ നമുക്കത് നന്മയ്ക്കായിട്ടാണ് വരുന്നത്. അതെല്ലാം നമുക്ക് എന്താണ് ആവശ്യം എന്റെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി, അത് ദൈവം നമുക്ക്. കാരണം ഞാൻ എന്റെ ഭർത്താവ് ഇപ്പം മരിച്ചുപോയ സമയത്തൊക്കെ എല്ലാം ഞാൻ വളരെ വേദനയോടാണ് ഞാൻ എല്ലാം കണ്ടിരുന്നത്. എന്റെ കർത്താവാണ് എല്ലാം എനിക്ക് ചെയ്തു തന്നത്. അങ്ങനെ എന്റെ ചേച്ചി എന്നെ ചർച്ചിൽ കൊണ്ടുപോയി അതോടുകൂടി എന്റെ അസുഖം, അന്ന് മുതൽ എന്റെ അസുഖത്തിന് ഒരു കുറവ് വന്നായിരുന്നു. വന്ന അപ്പോഴും എല്ലാ ഞായറാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസത്തിൽ ഞാൻ പോകുമ്പോ എന്റെ ശരീരത്തിൽ നിന്ന് ആ പിശാച് അഴിഞ്ഞു മാറുന്നത് എനിക്ക് ബോധ്യമായി തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ ഗുളികയ്ക്ക് വ്യത്യാസം വന്നു തുടങ്ങി. ചോറ് കഴിക്കുമ്പോഴേ ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഗുളിക മാറ്റിയിട്ട് ഗുളികയ്ക്ക് വ്യത്യാസം വന്നപ്പോ എനിക്ക് തോന്നി എന്റെ അസുഖം മാറി തുടങ്ങിയെന്ന്. അങ്ങനെ ദൈവസന്നിധിയിൽ അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്നു. എല്ലാരും പറഞ്ഞ് സ്നാനം എടുക്കാൻ. അപ്പൊ സ്നാനം എടുക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എന്റെ മൂത്ത മോള് ആദ്യം, അവൾക്ക് എന്തോ ഒരു പനി വന്ന് അവള് പ്രാർത്ഥിച്ച് മാറിയപ്പോ അവളായിരുന്നു ആദ്യം സ്നാനം എടുത്തത്. സ്നാനം എടുത്തപ്പോ എനിക്ക് വളരെ വേദനയും ദുഃഖത്തിലും വളരെ പ്രയാസത്തിലായിരുന്നു ഞാൻ. അവള് സ്നാനം എടുത്തപ്പോ എനിക്ക് ഉരുപ്പടി അത്യാവശ്യത്തിന് ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അവള് ഊരി എടുത്തപ്പോ എനിക്ക് വളരെ വേദന തോന്നി. അപ്പൊ വീണ്ടും പിന്നെ അവള് പറഞ്ഞു, വേണ്ട, ഞാൻ സ്നാനം എടുക്കാം എന്ന് പറഞ്ഞ് അവള് സ്നാനം എടുത്ത്. ഇന്ന് ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ ആയിരുന്നു ഞാൻ അവള് സ്നാനം എടുത്തപ്പോ തന്നെ. അപ്പൊ അവള് എന്നെ സമാധാനപ്പെടുത്തി, അമ്മ വേണ്ട, കുഴപ്പമില്ല, ഞാൻ സ്നാനപ്പെടാം എന്നുള്ളതല്ലേ. എന്നിട്ട് എനിക്ക് അപ്പം അവിടുത്തെ ചർച്ചിൽ പാസ്റ്റർ പറഞ്ഞ്, അസുഖം പൂർണ്ണമായിട്ട് സിസ്റ്റർക്ക് മാറണമെങ്കിൽ കുടുംബമായി സ്നാനം എടുക്കണേ ഉള്ളൂ. അപ്പൊ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എളുപ്പമായി. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും സ്നാനം എടുക്കാന്നുള്ള രീതിയിലാണ്. അപ്പൊ അവൾ ആദ്യം സ്നാനം എടുത്ത്, പിന്നീട് ഞാൻ സ്നാനം എടുത്ത്. ഞാനും ഇളയമോളും കൂടെ സ്നാനം എടുത്ത്. ഇളയമോൾ ഇപ്പോഴും പറയും, അമ്മയ്ക്ക് വേണ്ടി ഞാൻ സ്നാനം എടുത്തതെന്ന്. അവൾ എപ്പോഴും പറയും, അമ്മയ്ക്ക് വേണ്ടിയാ സ്നാനം എടുത്തതെന്ന്. അങ്ങനെ പാസ്റ്റർ, അങ്ങനെ ഒരു 4.5 വർഷം കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് അവിടെ സൗദിയിൽ വെച്ച് മരിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് 20 ദിവസം നമുക്ക് അവിടെ നോമ്പാവുകൊണ്ട് 20 ദിവസം കഴിഞ്ഞാ കൊണ്ടുവന്നത്. ആ 20 ദിവസം ഞങ്ങൾ ഒരേ കിടക്കിലായിരുന്നു. സത്യം പറഞ്ഞ പാസ്റ്റർ, 10 കിലോ ഒരു കല്ലെടുത്ത് നെഞ്ചിനകത്ത് വെച്ച എങ്ങനെ ഒരു ഭാരം വരും, ആ ഭാരമായിരുന്നു. അപ്പൊ അങ്ങനെ ആയിരുന്നു. അപ്പൊ എനിക്ക് ഇതിനിടയ്ക്ക് എനിക്ക് കോൺവെന്റിൽ എനിക്കൊരു തയ്യൽ പഠിപ്പിക്കാൻ വേണ്ടി കോൺവെന്റിൽ, അന്ന് നാത്തൂനെ കൊണ്ടുപോയ കോൺവെന്റിൽ എനിക്ക് തയ്യൽ പഠിപ്പിക്കാൻ വേണ്ടി എനിക്ക് അവര് വന്ന് വിളിച്ച് ഞാൻ തയ്യൽ പഠിപ്പിക്കാൻ വേണ്ടി പോകായിരുന്നു. അങ്ങനെ അപ്പൊ നമ്മളെ ചർച്ചിലെ പാസ്റ്റർമാരും ദൈവമക്കളും അന്ന് പ്രാർത്ഥിച്ച എന്റെ ആ നെഞ്ചിലെ ഭാരം മാറി. അന്ന് എനിക്ക് എന്റെ ദൈവം ഉള്ളിൽ തന്ന സമാധാനം ഇന്ന് വരേക്കും വിട്ടുമാറിയിട്ടില്ല. കാരണം എന്ത് പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മളെ ഒന്നും ബാധിക്കില്ല, എന്ത് തന്നെ വരട്ടെ. പക്ഷെ ആ ദൈവസ്നേഹം, പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സിസ്റ്റർ മുഖം എന്താ ഇത്രയും ബ്ലെസ്സിങ് ആയിരിക്കുന്നത്, അപ്പൊ ഞാൻ പറയും, എന്റെ കർത്താവ് തന്ന ബ്ലെസ്സിങ്ങാ എന്ന് ഞാൻ പറയുമായിരുന്നു. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ പാസ്റ്റർ. ഞാൻ വേറെ വാടകയ്ക്ക് താമസിച്ച് നാട്ടിലേക്ക് വരുന്ന വാടകയ്ക്ക് താമസിച്ച സമയത്ത് ഒരു പാസ്റ്റർ തയ്യക്കട ഇട്ടിരുന്നു. അവിടുന്ന് ഞാൻ അപ്പോഴും അവിടെ തയ്ക്കാൻ പോകുമായിരുന്നു. പക്ഷെ ആ പാസ്റ്റർ അവിടെയുള്ള എല്ലാവരും കൂടെ ഞങ്ങള് ഹോസ്പിറ്റലിൽ ഞങ്ങൾ സുവിശേഷം പറയാൻ പോകുമായിരുന്നു. അപ്പോഴേ സുവിശേഷം പറയാൻ കർത്താവ് എന്നെ മുന്നമേ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ദൈവവിളി ഉണ്ടായത്. കർത്താവ് നമ്മളെ മുന്നമേ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏത് വഴിക്ക് പോയാലും കർത്താവ് നമ്മളെ കൂടെ കാണും. അവസാനം അങ്ങ് വിട്ടിരിക്കും. അവസാനം ഒരു വലിക്കും നമ്മളെ ദൈവസന്നിധിയിലേക്ക്. പിന്നെ കർത്താവിന്റെ പാതവിടം വിട്ട് ഒരിക്കലും പിന്നെ നമ്മൾ പോകില്ല.
അങ്ങനെയായി. ഒടുവില് എന്റെ ഹസ്ബൻഡ് മരിച്ചെന്ന് പറഞ്ഞ് 4.5 വർഷം അവിടെ ഇരുന്നിട്ട് ബോഡി നാട്ടിക്കൊണ്ട് വന്നു. ദൈവമക്കളും പാസ്റ്റർമാരും പ്രാർത്ഥിച്ച് മനസ്സിന് സമാധാനം തന്നു. ആ സമാധാനത്തിൽ ഞാൻ ജീവിച്ചു. ഒടുവില് എല്ലാരും പറഞ്ഞു, ഹസ്ബൻഡിന്റെ ബോഡി കൊണ്ടുവന്നവൻ പറഞ്ഞ് ഞാന് സ്നാനപ്പെട്ടിട്ടാണ് കഴുത്തിലെ താലിമാല ഊരിയിട്ടാണ് എന്റെ ഭർത്താവ് മരിച്ചത് എന്ന് അത് അവരെല്ലാരും എന്നെ കുറ്റപ്പെടുത്തി. അപ്പൊ ഞങ്ങൾ അപ്പോഴൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ല. എന്നിട്ട് ഞാൻ വിചാരിച്ചു, എന്റെ ചേച്ചി സ്നാനപ്പെട്ടപ്പോ എന്റെ ചേട്ടൻ ജീവനോടെ ഇരുന്നല്ല. അപ്പൊ ഇത് വെറുതെയാണല്ലോ. എന്റെ ചേച്ചി ഒളിച്ച് സ്നാനപ്പെട്ടെങ്കിലും, ചേട്ടനെ ഒളിച്ച് സ്നാനപ്പെട്ടെങ്കിലും, എന്റെ ചേച്ചി താലിമാല ഊരിയെങ്കിലും എന്റെ ചേട്ടൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. പിന്നെ എന്താ എന്റെ ഹസ്ബൻഡ് മരിച്ചത്? അപ്പൊ ദൈവഹിതം അതായിരിക്കും. അറ്റാക്ക് ഒന്ന് മരിച്ചതാണ്. ഇതിനിടയ്ക്ക് പിന്നെ ഹസ്ബൻഡ് മരിച്ച് 41-ന്റെ അന്ന് എനിക്ക് ഒരു അംഗൻവാടിയിൽ എനിക്കൊരു ജോലി കിട്ടി. അപ്പൊ ആ ജോലിക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ചർച്ചിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിലെ ദേവദാസന്റെ ഭാര്യ എന്നാണ് എനിക്ക് ഇപ്പോഴും എന്റെ ഓർമ്മയില്. എന്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ തലയിൽ ഒരു ദൂത് പറഞ്ഞ് വിദേശ രാജ്യങ്ങൾ സഞ്ചരിക്കുമെന്ന്. അപ്പോഴും ഞാൻ ചിരിച്ച്, സാറ ചിരിച്ചതുപോലെ ചിരിച്ച്. കാരണം നടക്കാത്ത കാര്യമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നടക്കൂല, അതെനിക്ക് ഉറപ്പാണ്. കാരണം അങ്ങനെ ഗൾഫിൽ പോവേണ്ട തൻ്റെ ബുദ്ധിയൊന്നും എനിക്ക് അന്നില്ലായിരുന്നു. ഈ അംഗൻവാടിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സിൽ പാസ്പോർട്ട് എടുക്കണമെന്ന് ആരോ പറയും പോലെ എപ്പോഴും എന്റെ മനസ്സിനകത്ത്. അപ്പൊ ഞാൻ പാസ്പോർട്ട് എടുത്ത് 1 വർഷം അംഗൻവാടി ജോലി ചെയ്ത്. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരിയുടെ അച്ഛൻ പറഞ്ഞ്, മോളെ ഇങ്ങനെ ഇവിടെ നിന്ന കുഞ്ഞുങ്ങളെ കഴിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അന്ന് ഹസ്ബൻഡ് മരിച്ചപ്പോ ഞാനും ഒരു വാടക വീടും എന്റെ 2 മക്കളും മാത്രം ഉണ്ടായിരുന്നു, കുറച്ച് കടബാധ്യതകളും. അങ്ങനെയായിരുന്നു ഞങ്ങള് ഉണ്ടായിരുന്നത്. ആൾക്കാർ വരും പോവും, അല്ലാതെ കാര്യത്തിനാരും കാണൂല. അങ്ങനെയായി ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടിയൊക്കെ ഇരുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് അവിടുന്ന് കുറച്ച് രൂപ കിട്ടി. അപ്പൊ എന്റെ മകളുടെ മൂത്തവളുടെ വിവാഹം കഴിഞ്ഞു ഫസ്റ്റ്. വിവാഹം കഴിഞ്ഞെങ്കിലും പണമുള്ളവരെ അവിടെ ഉള്ള ആൾക്കാരെ മക്കളെ അവിടെ ഇരുത്തിയിട്ട് എന്റെ കർത്താവ് എന്റെ മകളുടെ വിവാഹമാണ് ആദ്യം നടത്തിയത്. ഒരുപാട് പണവും വസ്തുക്കളും ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരുടെ മക്കളെ ആരും വിവാഹം നടത്തിയില്ല. വിവാഹം കഴിഞ്ഞത് എന്റെ സഹോദരന്റെ മോനെ വിവാഹം കഴിച്ചത് അവളെ. അങ്ങനെ വിവാഹം കഴിഞ്ഞ് 1 വർഷം ആയപ്പോ ഞാൻ മസ്കറ്റിൽ പോവാൻ വേണ്ടി എനിക്കൊരു വിസ കിട്ടി. അങ്ങനെ ഞാൻ മസ്കറ്റിൽ പോയി. 1 വർഷം ആകും മുമ്പേ വീണ്ടും 2ാമത്തെ വിവാഹം കഴിഞ്ഞു. എന്റെ ദൈവം നടത്തുന്ന അത്ഭുത പ്രവൃത്തിയാണ്. കാരണം എന്നാൽ കൊണ്ട് ഒന്നും സാധിക്കില്ല പാസ്റ്റേ. കുറച്ച് കടബാധ്യതകളും കുറച്ച് പ്രയാസങ്ങളും ഉള്ള ഞാനാണ്. പക്ഷെ എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല. പക്ഷെ എന്റെ ജീവനുള്ള ദൈവത്തെ ഞാൻ മുറുകെ പിടിച്ച്. അമ്മ ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവം, അനാഥമാർക്കും വിധവമാർക്കും ന്യായ പരിപാലകം ചെയ്യുന്ന കർത്താവാണ്. നന്ദിയോട് സ്തുതിക്കുന്ന ദൈവത്തെ. അങ്ങനെ ആ ദൈവം വിവാഹം കഴിഞ്ഞു. ഞാൻ ഗൾഫിൽ പോയി. ഞാൻ മസ്കറ്റിൽ നിന്ന് വന്നു. മസ്കറ്റിൽ നിന്ന് വന്നതിന് ശേഷം വീണ്ടും ഞാന് ഹോം നഴ്സിംഗ് ഓഫീസ് ഓപ്പൺ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോ ഇനി മസ്കറ്റിൽ പോകുന്നില്ല ഇനി ഗൾഫിൽ പോകുന്നില്ല എന്നുള്ള ഒരു ഇതില് അവിടെ ബേബി കെയറിനാണ് പോയത്, കുഞ്ഞുങ്ങളെ നോക്കാനാണ് പോയത്. വീണ്ടും പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇരുന്നപ്പോൾ വീണ്ടും എനിക്ക് സൗദിക്ക് പോകാൻ വേണ്ടി ഒരു വിസ വന്നു. സൗദിക്ക് പോകാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ് നല്ല വിസയാണ്. അവിടെ മാമമാര്, അറബികളുടെ പെണ്ണുങ്ങൾ, അമ്മമാര്, സ്ത്രീകളെ ഹോസ്പിറ്റലില് ഹോം നഴ്സിംഗ് ആയിട്ട് അവരെ നോക്കിയാൽ മതി, അവരുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ ഫീമെയിൽ വാർഡിൽ നിൽക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അങ്ങനെ പോകാന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ വേണ്ടി പോയപ്പോ അതിനിടയ്ക്ക് പോണേനും എനിക്ക് മെഡിക്കൽ എടുക്കുന്നതിന് 2 ദിവസത്തേക്ക് മുമ്പ് എന്റെ ബ്രസ്റ്റിൽ ഒരു മുഴ വന്ന് അത് ഒന്നും ചെയ്യാതെ പോകാൻ പറ്റത്തില്ല. പോയാൽ തിരിച്ചു വരേണ്ടി വരും. അങ്ങനെയായി എന്താ ഞാൻ എന്റെ കൂട്ടുകാരിയും കൂടെ ഹോസ്പിറ്റലിൽ പോയി. എന്റെ കൂട്ടുകാരുടെ പറഞ്ഞ് എനിക്ക് ഇങ്ങനെയാണ് സംഭവം, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ അവളെ കെയർ ഓഫിലുള്ള ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞ് എല്ലാം കുത്തി പരിശോധന നടത്തി. പലത് ബ്രസ്റ്റിലായിരുന്നു. കുത്തി പരിശോധന നടത്തി എല്ലാ ടെസ്റ്റും ചെയ്തു, ഓപ്പറേഷൻ ചെയ്യേണ്ട എല്ലാ ടെസ്റ്റും ചെയ്ത്. അപ്പോഴും എനിക്ക് എന്റെ ഒരു ബുദ്ധി, ഒരു ദൈവദാസന്റെ ഞാൻ പറഞ്ഞു. അപ്പൊ വെങ്ങാനൂരുള്ള ഒരു ദൈവദാസന്റെ കൂടെയാണ്, അവിടുത്തെ ചർച്ചിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെയാണ് ഞാൻ ഹോം നഴ്സിംഗ് ഇട്ടിരുന്നത്, എന്റെ ഇളയ മോളെ വീട്ടിന്റെ അടുക്കെ. അപ്പം എന്റെ ദേവദാസൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഫാസ്റ്റ് എനിക്ക് ഇതേപോലെ ഒരു പ്രയാസമുണ്ട്, എനിക്ക് സൗദിയിൽ പോകാൻ ആയി, അതുകൊണ്ട് ഇപ്പോഴും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല ഫാസ്റ്റെ, പോവാതിരുന്നാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഫാസ്റ്റ് എനിക്ക് 1 കുപ്പി എണ്ണ പ്രാർത്ഥിച്ചു തരുന്നു, ഞാൻ ഇട്ട് നോക്കാം. അപ്പോഴാണ് ഫാസ്റ്റ് പറഞ്ഞത് സഹോദരിക്ക് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം സുഖമാക്കി തരും. സത്യം, ആ 1 കുപ്പി എണ്ണ ഞാൻ ഇട്ട് എന്റെ
മുഴ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. എന്റെ കർത്താവ് മഹാ അത്ഭുതം ചെയ്ത മഹാശക്തിമാനായ ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു. അങ്ങനെ എടുക്കാൻ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ ആശുപത്രിയെ കൊണ്ട് കാണിച്ചു ഡോക്ടർക്ക് അത്ഭുതമായി പോയി. എന്നെ ചോദിക്കണം, അംബിക ലെഫ്റ്റ് സൈഡിലാ റൈറ്റ് സൈഡിലാ ഇതിരുന്നത്? എന്നിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ റൈറ്റ് സൈഡിലാണ്. ഇതിൽ ഒന്നും കാണുന്നില്ലല്ലോ, എന്തായാലും മഹാ അത്ഭുതമാണല്ലോ നടന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്റെ കർത്താവ് ആണ് എനിക്കിത് നടത്തി തന്നത്. എന്റെ കർത്താവിന്റെ എന്റെ ദൈവത്തെ ഞാൻ അപ്പൊ കേട്ട് എവിടെയാണ് പോകുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചർച്ചിലാണ് പോകുന്നത്, എന്റെ ദൈവമാണ് എനിക്ക് സുഖമാക്കി തന്നത്. അങ്ങനെ അതങ്ങ് മാറി ഞാൻ സൗദിയിൽ പോയി 1 വർഷത്തെ അവിടെ നിൽക്കാൻ വേണ്ടി നിന്നപ്പോണ്ട് പാസ്റ്റർ പിന്നെ ഞങ്ങൾ ഒരു റൂമിൽ 2 പേരാണ്. കാരണം ഇതൊക്കെ ചെറിയ നിസ്സാര കാര്യം പറയുന്നെങ്കിലും എന്റെ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളാണ്. നമ്മൾ ദൈവമക്കൾക്ക് എവിടെ പോയാലും എന്റെ ദൈവം നമുക്ക് കൂടെ ഉണ്ട്. അങ്ങനത്തെ ഒരു അത്ഭുതമാണ്. ഞാൻ പോയപ്പോ ഒരു റൂമിൽ രണ്ട് സ്റ്റാഫുകളാണ്. ഞാൻ ഒന്ന്, വേറൊരു സഹോദരി ഒന്ന്, വേറൊരു റൂമിൽ 2 സഹോദരി, അങ്ങനെ. അപ്പൊ ഞാൻ ഇരിക്കുന്ന എന്റെ റൂമിലുള്ള സഹോദരി എന്നെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവര് ഒരിക്കൽ സഭയിൽ പോയി പിന്മാറ്റത്തിലേക്ക് വന്നതാണ്. അവർക്ക് തലയ്ക്ക് സുഖമില്ലാതെ പോയ സ്ത്രീ അവർക്ക് ദൈവം സുഖം കൊടുത്തപ്പം വീണ്ടും അവര് പിന്മാറ്റത്തിലേക്ക് വന്നപ്പം വീണ്ടും ദൈവം ആ അസുഖം കൊണ്ടിട്ട് ആ അസുഖത്തിനാണ്ടാണ് അവരിവിടെ വീണ്ടും ജോലിക്ക് വന്നിട്ട് അവര് പിന്നെ വീണ്ടും ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോ അവർക്ക് അത് ഇറിറ്റേഷൻ പോലെ തോന്നി. അവരെന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഒന്നി എന്നെ ഇവിടെ നിർത്തണം, അല്ലെങ്കിൽ ആ സഹോദരി നിർത്തണം. എനിക്ക് ഇവരെ ഉപദ്രവം കേട്ടോണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ ഒരാഴ്ച കഴിഞ്ഞത് അവരെ ദേഹത്തൊരു ചൊറിച്ചിൽ പോലെ വന്ന് അവർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അവര് നാട്ടിൽ പോകുന്ന അന്ന് എന്റെ പാദപീഠത്തിൽ വന്ന് വീണ് പൊട്ടി കരഞ്ഞിട്ടാ പോയത്. അംബിക എന്നോട് ക്ഷമിക്കണേ എന്ന്. കാരണം അത്രമാത്രം അവരെന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 വർഷമായപ്പോ ഞങ്ങൾ നാട്ടിൽ വരാൻ നേരത്തിന് ഫസ്റ്റ് നമുക്ക് അന്ന് 40 കിലോ സാധനം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. 40 കിലോ സാധനം. അപ്പൊ എന്റെ രണ്ട് പെട്ടിലും കൂടെ 60 കിലോ ഉണ്ട്. എന്റെ കൂടെയുള്ള 2 സഹോദരിമാരുടെ പെട്ടിലും കൂടെ അവർക്ക് 40-50 കിലോ വീതമുണ്ട്. ഞാൻ കൂടുതൽ മേടിച്ചു വെച്ചിരിക്കുന്നത് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഇതാണ്. അപ്പോഴും ലഗേജിന് അവിടെ രൂപ അടയ്ക്കണം, ബാക്കി രൂപ അടയ്ക്കാന്ന് പറഞ്ഞോണ്ടാ വന്നത്. അപ്പൊ അവർക്ക് രൂപ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്റെ ഒരു ബാഗ് പാക്കിങ് ചെയ്യാൻ പോയെടുത്ത് ലൈനിൽ നിന്നപ്പോണ്ട് അവരെ സാധനങ്ങളെല്ലാം പുറത്തു വാരിയിട്ടിരിക്കണം. ദൈവം ചെയ്ത അത്ഭുതം. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ആ 2 സഹോദരിമാരും പറഞ്ഞു, അംബിക പ്രാർത്ഥിച്ചാൽ ഫലിക്കും. അപ്പൊ അതുകൊണ്ട് എങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് രൂപ അവിടെ അടയ്ക്കാതെ പോകാല്ല, നമുക്ക് സാധനം കൊണ്ടുപോകാല്ല. അപ്പൊ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങിയതാണ്. ഞാൻ ഇവിടുന്ന് പോകുന്നുമ്പോ അവരെ സാധനങ്ങളെല്ലാം പുറത്തിട്ടിട്ട് അവര് ബാക്കിയുള്ള ലഗേജ് അവരെ അയച്ചു. ഞാൻ നോക്കിയപ്പോണ്ട് എനിക്കൊരു ബാഗ് കവർ ചെയ്യാനുണ്ടായിരുന്നു, പ്ലാസ്റ്റിക് കവർ ചെയ്യാനുണ്ട്. കവറിട്ട് വന്നപ്പോണ്ട് അവര് സാധനം ഞാൻ കേട്ട് ഇതൊന്നും പറ്റി, അത് എന്റെ സാധനങ്ങളെല്ലാം അവര് വാരിട്ടിരിക്കുകയാണ്, പൈസ അടച്ചില്ല, അതുകൊണ്ട് ഇത്ര ലഗേജ് കൂടിപ്പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ 2 ക്യൂവില് ഒന്നില് പുരുഷന്മാര് നിൽക്കുന്നു, ഒന്നില് സ്ത്രീകളുടെ. അപ്പൊ അടുത്തൊരു പാസ്റ്റർ പോലെ ഒരാള് നിന്ന്. അപ്പൊ ഞാൻ മീശയൊക്കെ പഠിച്ച് ഒരു തമിഴനാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ആ പാസ്റ്ററുടെ ഒന്ന് കൊടുക്കാം. അപ്പൊ ശ്രീലങ്ക വഴിയുള്ള ഫ്ലൈറ്റാണ്, സൗദിയിൽ നിന്ന് ശ്രീലങ്ക വഴി ഉള്ള ഫ്ലൈറ്റാണ് ഇവിടെ പോകുന്നത്. ട്രിവാൻഡ്രത്തേക്ക് വരുന്നത് ശ്രീലങ്ക വഴിയുള്ള ഫ്ലൈറ്റാണ്. ശ്രീലങ്ക വഴി വന്നപ്പോ ഞാൻ ഈ ലഗേജ് ആ സഹോദരൻ അതിലെ ഇട്ടിട്ട് ശ്രീലങ്കയിൽ വന്നപ്പോണ്ട് ആ സഹോദരൻ അവിടെ ഇറങ്ങി ഈ ലഗേജും കൂടെ അവരെ കൂടെ ആയിപ്പോയി. ഞങ്ങളുടെ നേരെ ആ ഫ്ലൈറ്റ് നേരെ ട്രിവാൻഡ്രത്തേക്ക് വന്നു. അപ്പൊ എന്റെ ബാഗ് മിസ്സിങ് ആയി. അത് കിട്ടാൻ പാടില്ല. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങിയപ്പോ എന്റെ ബാഗില്ല. ഞാൻ വന്ന് നോക്കിയപ്പോൾ ബാഗില്ല. അപ്പൊ അവിടെ വന്ന് ഞാൻ അവിടെയുള്ള സ്റ്റാഫുകളുടെ ചോദിച്ചപ്പോ പറഞ്ഞു, അത് പിന്നെ ആ സഹോദരൻ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്, അല്ലാതെ അവര് സഹോദരന്റെ ഫ്ലൈറ്റിൽ കൂടെ ആയിട്ടുണ്ടല്ലോ ബാഗ്, അവിടെ എയർപോർട്ടിൽ ശ്രീലങ്ക എയർപോർട്ടിൽ ബാഗ് കിടക്കണം. ഞാൻ പറഞ്ഞു അയ്യോ അതെനിക്ക് വേണം സാറേ എന്ന് ഞാൻ പറയണം. അപ്പൊ ഞാൻ മുമ്പ് ഹോം നേഴ്സിംഗ് നടത്തിയിരുന്നപ്പോ ഒരു മേഡത്തിന് ഞാൻ ആളിനെ വിട്ടുകൊടുത്തായിരുന്നു ജോലിക്ക് വേണ്ടി. അപ്പൊ ആ മേഡം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഓടി വന്ന് ചോദിച്ചു, അംബിക എന്ത് പറ്റി? അപ്പൊ ഞാൻ പറഞ്ഞു, മേഡം എന്റെ ബാഗ് ഇങ്ങനെ മിസ്സായി പോയി, എനിക്ക് ആ ബാഗ് വേണം. അയ്യോ അതിന് കിട്ടൂല അംബിക. ഞാൻ പറഞ്ഞു എന്താ മേഡം, അത് ഫ്ലൈറ്റില് മിസ്സായി പോകുന്ന ബാഗ് കിട്ടില്ല. അഥവാ കിട്ടിയാലും ബാഗ് എല്ലാം കുത്തിപ്പറിച്ചെടുക്കും അവര് സാധനങ്ങൾ തരയില്ല. അവർ കൂടുതലും കള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്, അതുകൊണ്ട് അവർ സാധനങ്ങൾ തരയില്ല, കിട്ടൂല, എല്ലാം അവർ എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല മേഡം, എന്റെ യേശുപ്പ എന്റെ ബാഗ് എനിക്ക് തിരികെ തരും, ഞാൻ പാവങ്ങൾക്ക് മേടിച്ചു കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ
പിന്നെ അപ്പൊ ആ സാറിന് ആ മേഡത്തിന്റെ സാർ പറഞ്ഞ് എന്ത് കളറാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ നോക്കട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഈ കളർ, ബാഗിന്റെ കളർ പറഞ്ഞു കൊടുത്ത്. അപ്പം എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന ഉടനെ നമ്മുടെ പേജി സാർ, വർഗീസ് പാസ്റ്റർ ഉണ്ടല്ല, ആ സാറിന്റെ കൂടെ ഒന്ന് വിളിച്ച് പെട്ടെന്ന് സാറിനെ കിട്ടി. ആ സാറിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്, 2-3 പാസ്റ്റർമാരെ വിളിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ബാഗ് ഇങ്ങനെ മിസ്സായി പോയി, എനിക്ക് ബാഗ് വേണം, അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. അതുപോലെ അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 3 ദിവസം കഴിഞ്ഞതും ആ ബാഗ് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കയ്യിൽ കിട്ടി. അവര് പറഞ്ഞ് ബാഗ് വന്നിട്ടുണ്ട്, ബാഗ് വന്നെടുത്തോണ്ട് പോകാൻ പറഞ്ഞു. ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു. അങ്ങനെ ആ ബാഗ് അങ്ങനെ കിട്ടി. അങ്ങനെ നമ്മൾ അവിടുന്ന് ഞാൻ വീണ്ടും നാട്ടിൽ വന്ന് വീണ്ടും ഞാൻ ഹോം നേഴ്സിംഗ് ഓഫീസ്, കാരണം ഹോം നേഴ്സ് ഓഫീസ് വീണ്ടും ഞാൻ നടത്തി. വീണ്ടും എനിക്ക് അബുദാബിയിൽ പോകാൻ വേണ്ടി എനിക്കൊരു വിസ വന്നു. അന്ന് എന്നോട് തലയിൽ ദൂത് പറഞ്ഞ ആ ദൂതാണ് വിദേശ രാജ്യങ്ങൾ സഞ്ചരിക്കും എന്ന് പറഞ്ഞ ആ ദൂത്. ഇതിനിടയ്ക്ക് ഞാൻ 6 സ്ഥലത്ത് പോയിട്ടുണ്ട് എല്ലാം കൂടെ. ഞാൻ ഒന്ന് ഖത്തർ, ഒന്ന് അബുദാബി, ഒന്ന് സൗദിയ, ഒന്ന് മസ്കറ്റ്, പിന്നെ ബഹറിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂര്. അങ്ങനെ 6 സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ശ്രീലങ്ക, സിംഗപ്പൂരും ബഹറിലും ഒരേ മാസം നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ വളരെ ബുദ്ധിമുട്ടാണ് കൊച്ചുങ്ങളെ കൊണ്ട്. പിള്ളേര് ഭയങ്കര ബുദ്ധിമുട്ടുള്ള, അതുകൊണ്ട് അത് നിൽക്കാൻ പറ്റുന്നുണ്ട്. 2 മാസം ഒരേ മാസം വരെ നിന്നിട്ട് തിരിച്ചു പോന്നു ഞാൻ. അങ്ങനെയായി. പിന്നെ അവിടെ ബഹറിൽ ഞാൻ വീണ്ടും അബുദാബിക്ക് ഒരു വിസ വന്നു. അബുദാബിയിൽ പോയി പാസ്റ്റർ അവിടെ 6 മാസം ആയില്ല. അതിനു മുമ്പേ ഞാൻ ഒരു ദർശനം കണ്ട്. വെളുപ്പാൻ കാലത്ത് ഞാൻ ഒരു ദർശനം കണ്ട് ഞാൻ പെട്ടെന്ന് എണീക്കുന്നു. കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ എന്ന് വെളുപ്പാൻ കാലത്തെ ഒരു ദർശനം കണ്ട് ഞാൻ പെട്ടെന്ന് എണീക്കുന്നു. അത് ദർശനത്തില് ഒരു ആള് ഇങ്ങനെ ഒരു നല്ലൊരു പഞ്ഞി വസ്ത്രം പോലുള്ള ഒരാളിരിക്കുന്നു. നല്ല ഒരു പിങ്ക് കളറിലുള്ള ഒരു മിനുക്കുള്ള തുണി ഇങ്ങനെ തലയിൽ ഇങ്ങനെ മൊത്തം ഇങ്ങനെ മൂടിയിട്ടിട്ടുണ്ട്. മുഖം കാണിക്കുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി കർത്താവാണെന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് എണീറ്റ് ഈ വചനം ഒക്കെ നോക്കിയിട്ട് എനിക്ക് വല്ലാത്തൊരു വേദന. എനിക്ക് നാട്ടിൽ വരണം, എനിക്ക് ബൈബിൾ ക്ലാസ് പഠിക്കണം, എനിക്ക് സുവിശേഷം പറയണം എന്നുള്ള ഒരു ഉപ്രാളത്തിലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ദേവദാസനെ വിളിച്ച്. അപ്പൊ ദേവദാസൻ പറഞ്ഞു, സഹോദരി നമുക്ക് പിന്നെ പോയതല്ലേ ഉള്ളൂ, കടങ്ങളിലും ബാധ്യതകളും ബുദ്ധിമുട്ടുണ്ടല്ലോ, നമുക്കിപ്പോ ഫോണിൽ കൂടെ ഒക്കെ എന്തെല്ലാം ഇതൊക്കെ ഉണ്ട്, നമുക്ക് ഫോണിൽ കൂടെ നമുക്ക് സുവിശേഷം പറയാം, നമുക്ക് വചനങ്ങൾ അയച്ചു കൊടുക്കാം, അങ്ങനെ ചെയ്യാല്ല എന്ന് പറഞ്ഞു. അപ്പോഴും പിന്നെ അതിനുശേഷം ഞാൻ എല്ലാവർക്കും വചനങ്ങളായി, കൂടുതൽ എനിക്ക് ഹിന്ദുക്കളാണ് എന്റെ ഫ്രണ്ട്സിലുള്ളത്, അവർക്ക് അയച്ചു കൊടുക്കുകയും അവരോട് സുവിശേഷം പറയും. അപ്പോഴെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും 1 വർഷം കൊണ്ട് വീണ്ടും പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് വരുമ്പോ ഞാൻ വീണ്ടും ഒരു വിസ വരും, വീണ്ടും പോകും. കാലമാ 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 എന്ന കൃത്യം പോക്കി എൻ ജീവനാഥനെ നേരിൽ കാണുവാൻ കാലമാ. ലോകം ഭയക്കുമ്പോൾ നാടു വിറയ്ക്കുമ്പോൾ എൻ ശിരസുയരുവാൻ കാലമായി. എന്ന കൃത്യം പോക്കി എൻ ജീവനാഥനെ നേരിൽ കാണുവാൻ കാലമായി. ലോകം ഭയക്കുമ്പോൾ നാടു വിറയ്ക്കുമ്പോൾ എൻ ശിരസുയരുവാൻ കാലമായി. കാലമാ 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 എൻ നിന്ദകൾ മാറ്റി കണ്ണീർ തുടച്ചെന്നെ മാർവോടണച്ചിടാൻ കാലമാ. എന്നാത്മനാഥനാം ശ്രീയേശു നായകൻ എൻ പേർ വിളിക്കുവാൻ കാലമാ.
എൻ നിന്നകൾ മാറ്റി കണ്ണീർ തുടച്ചെന്നെ മാർവോടണച്ചിടാൻ കാലമായി. എന്നാത്മനാഥനാം ശ്രീയേശു നായകൻ എൻ പേർ വിളിക്കുവാൻ കാലമായി. ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. പിന്നെ പിന്നെ ഞാൻ ഖത്തറിൽ പോയി ഒരു ദിവസം. ഒരു വർഷം ഖത്തറിലായിരുന്നിട്ട് അവിടെ ഒരു വർഷം നിന്ന് അവിടെ ചർച്ചിലൊക്കെ പോകാനൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പാട്ടില് അവിടെ മത്സരത്തിൽ പാടുവാനുണ്ട് എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു. പിന്നെ ഷാർജയില് ഒരു മത്സരത്തിന് 50 പേരുണ്ടായിരുന്നു. അതിൽ 19ാമത്തെ സ്ഥാനം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം എന്റെ കർത്താവ് ചെയ്ത നന്മകളാണ്. അല്ലാതെ എന്നാൽ കൊണ്ട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെ അങ്ങനെ അവസാനം ഞാൻ ഖത്തറിൽ പോയിട്ട് നാട്ടിൽ വന്നത് 2019 ഒരു നവംബർ മാസം ഞാൻ നാട്ടിൽ വന്നിട്ട് കുറച്ച് ദൂരെ എവിടെയെങ്കിലും ഓഫീസ് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹരിപ്പാട് വന്ന് പള്ളിപ്പാട് എന്ന സ്ഥലത്ത് ഞാൻ ഹോം നഴ്സിംഗ് ഓഫീസ് ഇട്ട് അവിടെ കർത്താവിന്റെ വചനങ്ങൾ ആദ്യം വരുന്നവർക്കെല്ലാം ഞാൻ സുവിശേഷം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ രജിസ്ട്രേഷൻ ചെയ്യുള്ളൂ. ഞാൻ ട്രാക്ട് കൊടുക്കുകയും സുവിശേഷം പറയുകയും എല്ലാ വീടുകളിലും പോവുകയും എൻ്റെ കർത്താവ് ചെയ്ത എൻ്റെ എല്ലാ അനുഭവങ്ങൾ പറയുകയും എൻ്റെ കർത്താവ് ചെയ്ത എല്ലാ നന്മകൾ എല്ലാവരുടെയും എല്ലാവരുടെയും പറയും. കാരണം നമ്മൾ അറിഞ്ഞ ഈ സത്യത്തെ മറ്റുള്ളവരും അറിയണം. ഞങ്ങള് ആശാരി ജാതിയാണ്. അപ്പൊ ഞങ്ങള് വളരെ ഹിന്ദുക്കളായിരുന്നു. ഞങ്ങള് ദൈവത്തെ അറിഞ്ഞ് വന്ന് ഞങ്ങളെ പോലെ മറ്റുള്ളവരും ഈ ദൈവത്തെ അറിയണം. കാരണം ഒരു ദൈവം ഒരു തിന്മ നമുക്ക് വയ്ക്കുന്നെങ്കിൽ അതിന്റെ പുറകിൽ ഒരു നന്മയുണ്ട്. അതാണ് എനിക്ക് എൻ്റെ ദൈവത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഇവിടെ വന്ന് ഹരിപ്പാട് വന്ന് ഞാൻ സുവിശേഷം പറഞ്ഞ് അപ്പം പല വീടുകളിലും ആൾക്കാരെ കൊണ്ടാക്കുന്ന ജോലിയാണ്. പക്ഷെ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസമാണ്. ആൾക്കാർ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉരുപ്പടികളൊക്കെ മോട്ടിക്കുക. പക്ഷെ ഇന്ന് വരയ്ക്കും എൻ്റെ ദൈവം എനിക്ക് അങ്ങനെ ഒരു അനർത്ഥവും എനിക്ക് സംഭവിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ച് കൊണ്ടുപോകും, പ്രാർത്ഥിച്ച് ആൾക്കാരെ വിടും. പക്ഷെ ഒരു വീട്ടിലും എനിക്ക് പോവാൻ വേണ്ടിയ ഒരിതും ദൈവം ഇതുവരെ ഒരു കള്ളത്തനം ആരും കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്രമാത്രം നല്ല ആൾക്കാരായിരുന്നു ദൈവം തന്നിട്ടുള്ളത്. എല്ലാവരുടെയും സുവിശേഷം പറയും. ആദ്യം ഞാൻ സുവിശേഷം പറയുന്നത് കർത്താവ് നടത്തിയത്. പിന്നെ ഈ കഴിഞ്ഞ മാസം വളരെ ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസത്തിൽ നടുവിലായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ദൈവം കർത്താവിന്റെ കയ്യിൽ നിന്ന് ജീവനെ പിടിച്ചു വാങ്ങിച്ചു എന്ന് പറയാം. എൻ്റെ കൊച്ചുമോള്, എൻ്റെ രണ്ടാമത്തെ മകളുടെ മകള്, അവള് കുഞ്ഞുങ്ങളുമായിട്ട് കൂട്ടുകാരിയായിട്ട് സ്കൂളിൽ പോയപ്പോ അവള് വരുന്ന വരവില് അരളി ഉണ്ടല്ലോ പാസ്റ്റർ, അത് വിഷമാണ്. അരളിപ്പൂവും വിഷമാണ്. അവൾക്ക് ഞാൻ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും വചനങ്ങൾ വായിക്കാൻ പറയുകയും എല്ലാം ഞാൻ ചെയ്യും. അവൾ അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അവള് വരുന്ന വരവില് ഈ അരളിയുടെ ഇല എടുത്ത് അവളൊരു കൂട്ടുകാരിയും കൂടെ കളിച്ചുകൊണ്ട് നിന്നിടത്ത് ആ കൂട്ടുകാരി കൊച്ചങ്ങ് കളഞ്ഞ് ഇവള് വായിലിട്ട് ചവച്ചുകൊണ്ട് ഇരുന്നു. അവൾക്ക് അറിയില്ലായിരുന്നു. അവള് പൂവാണ് വിഷം, ഇല വിഷമില്ലെന്ന് അറിഞ്ഞു. അപ്പൊ പകുതി ചവച്ചിട്ട് പകുതി അങ്ങ് കളഞ്ഞു. അപ്പൊ വീട്ടിൽ വന്ന് നേരത്തോട് പിറ്റേ ദിവസം ആയപ്പോ അവളെ കയ്യിൽ ഒരു നീര് വന്നു. അപ്പൊ എന്നോട് പറഞ്ഞപ്പോ ഞാൻ കേട്ട് എന്തെങ്കിലും കടിച്ചാൽ നേട്ടപ്പോ ഇല്ലെന്ന് പറഞ്ഞു. ഉള്ളില് നീര് ഒരു വശം തരിപ്പും വന്നു. അങ്ങനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവര് അവിടെ എടുത്തില്ല. അപ്പൊ മോള് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവിടെയും കൊണ്ടുപോയി. അപ്പൊ അവിടെ എടുത്തില്ല. ഒടുവിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പാസ്റ്റർ അത് അരളിയാണ് കഴിച്ചതെന്ന്. അയ്യോ, എല്ലാവരുടെയും വിളിച്ചു പറഞ്ഞ് കർത്താവിന്റെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനുള്ള ദൈവം എൻ്റെ കൊച്ചിന്റെ ജീവൻ തിരിച്ചു തന്നു. അത്രമാത്രം ബുദ്ധിമുട്ടും പ്രയാസത്തിലും അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അവൾക്ക് സുഖമായിട്ടിരിക്കുന്നു. അവൾക്കിപ്പോ എൻ്റെ ദൈവം കൊടുത്ത സുഖമാണ്. അവളിപ്പോ നല്ല പാട്ടുപാടുകയൊക്കെ ചെയ്യും. അവളെയും ദൈവകൃപയിൽ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ദൈവം ചെയ്ത നന്മകൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ പാസ്റ്റർ. അങ്ങനെ ഇതിലേക്കുള്ള മറ്റുള്ളവരെ എല്ലാ സാക്ഷിയിലേക്ക് ഞാൻ എല്ലാവരെയും വരാൻ വേണ്ടിയിരിക്കുന്നു. എല്ലാ കർത്താവിന്റെ വേല ചെയ്യുന്നു. കർത്താവിന് വേണ്ടി ഇപ്പോഴും പാട്ട് പാടുന്നു. ഫേസ്ബുക്കിലൊക്കെ പാട്ട് ഇടുന്നു. സുവിശേഷം പറഞ്ഞേക്കുന്നു. മറ്റുള്ളവരേക്ക് ഇതിലേക്ക് നന്മയിലേക്ക് ഇങ്ങോട്ട് നമ്മൾ ഇതിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും നമ്മളെ ദൈവത്തെ അറിയണം. അത് മാത്രമാണ് നമ്മുടേതായ ദൗത്യം. നിഴൽ പോലെ ദിനങ്ങൾ കടന്നു പോകും, കാർമേഘങ്ങൾ പോലെ ഓർമ്മകളും
പുല്ലുകൾ വാടുന്നു, മാനവ ജന്മങ്ങൾ മാഞ്ഞു പോകുന്നു. നിഴൽ പോലെ ദിനങ്ങൾ കടന്നു പോകും, കാർമേഘങ്ങൾ പോലെ ഓർമ്മകളും. പൂവുകൾ കൊഴിയുന്നു, പുല്ലുകൾ വാടുന്നു, മാനവ ജന്മങ്ങൾ മാഞ്ഞു പോകുന്നു. നിഴൽ പോലെ ദിനങ്ങൾ കടന്നു പോകും. ജീവിത സായാഹ്ന തീരത്തു നിൽക്കുമ്പോൾ കർമ്മഫലങ്ങൾ കൂട്ടമായെത്തും. ജീവിത സായാഹ്ന തീരത്തു നിൽക്കുമ്പോൾ കർമ്മഫലങ്ങൾ കൂട്ടമായെത്തും. ആരോരുമില്ലാതെ ഏകയായി തീരുമ്പോൾ നാലു ചുമരുകൾ കൂട്ടുമായെത്തും. ആരോരുമില്ലാതെ ഏകയായി തീരുമ്പോൾ നാലു ചുമരുകൾ കൂട്ടുമായെത്തും. നിഴൽ പോലെ ദിനങ്ങൾ കടന്നു പോകും, കാർമേഘങ്ങൾ പോലെ ഓർമ്മകളും. പൂക്കൾ കൊഴിയുന്നു, പുല്ലുകൾ വാടുന്നു, മാനവ ജന്മങ്ങൾ മാഞ്ഞു പോകുന്നു. നിഴൽ പോലെ ദിനങ്ങൾ കടന്നു പോകും. ഇന്നലകൾ മാഞ്ഞു പോയിരുന്നു മുൻപിൽ, നാളെകളോ ഇനി വന്നതുമില്ല. ഇന്നലകൾ മാഞ്ഞു പോയിടുന്നു മുൻപിൽ, നാളെകളോ ഇനി വന്നതുമില്ല. ഇന്നിതായി ദിനം നിനക്കായി കേഴുന്നു, ജീവിക്കൂ മനുജാ നീ നിത്യതയ്ക്കായി. ഇന്നിതായി ദിനം നിനക്കായി കേഴുന്നു, ജീവിക്കൂ മനുജാ നീ നിത്യതയ്ക്കായി. നിഴൽ പോലെ ദിനങ്ങൾ കടന്നു പോകും, കാർമേഘങ്ങൾ പോലെ ഓർമ്മകളും. പൂവുകൾ കൊഴിയുന്നു, പുല്ലുകൾ വാടുന്നു, മാനവ ജന്മങ്ങൾ മാഞ്ഞു പോകുന്നു. നിഴൽ പോലെ ദിനങ്ങൾ കടന്നു പോകും. ആമേൻ, സ്തോത്രം. ഇത്രയും എനിക്ക് സാക്ഷ്യത്തിനായി എനിക്ക് സമയം അനുവദിച്ചു തന്ന പാസ്റ്റർക്കും കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ദൈവം പാസ്റ്ററും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷിയിൽ നിന്ന് ഗമിക്കുന്നു. ആമേൻ, സ്തോത്രം. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ അംബിയ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നടത്തിയ വഴികൾ, ദൈവം നിർത്തിയ കൃപകളെ കുറിച്ച് പറയുവാൻ ദൈവം അവസരം ഒരുക്കിയത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. രക്ഷകനായ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്ന ആ നല്ല പാതകൾ, നല്ല വഴികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലും ഈ ജീവനുള്ള ദൈവത്തെ അറിയുവാനോ ആരാധിക്കുവാനോ അവസരം ഇല്ലാതെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവം വിളിച്ചു വേർതിരിച്ചു. അവിടെ ചിത്രങ്ങളുടെ മുൻപിലും മറ്റ് വിഗ്രഹങ്ങളുടെയൊക്കെ മുൻപിൽ ആരാധനകൾ നടത്തി അവിടുത്തെ പുഷ്പങ്ങളും പുഷ്പ അർപ്പണങ്ങളും പൂജകളും ഒക്കെ നടത്തി ആ ഒരു നിലയിൽ ഒരു വിശ്വാസം മാത്രം പിന്തുടർന്ന സാഹചര്യത്തിൽ നിന്ന് ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം വിളിച്ച് വേർതിരിപ്പാൻ ഇടയായി തീർന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. കർത്താവിൻ്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അറിഞ്ഞ സത്യത്തിന് വേണ്ടി അവസാന ശ്വാസം വരെയും സാക്ഷ്യം വഹിപ്പാൻ, പാട്ടുകൾ പാടുവാൻ, അനേകർക്ക് നല്ല ഒരു മാതൃകയുള്ള ജീവൻ നയിപ്പാൻ പ്രിയ സിസ്റ്ററിനെ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
അരോമ ടിവിയുടെ പ്രേക്ഷകർക്കും ഈ അനുഭവങ്ങൾ ഒരു പ്രചോദനമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം, ദൈവത്തിൽ പ്രാർത്ഥിക്കാം. പ്രിയ അംബിക സിസ്റ്റർ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. ജീവനുള്ള ദൈവമായ യഹോവേ, ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. ഏഴുകൾക്ക് ഒരു സാക്ഷി പറയുവാൻ എൻ്റെ കർത്താവ് ചെയ്ത കൃപയോർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ, പാസ്റ്റേയും കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, ഏഴുകളുടെ സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുവാൻ കർത്താവെ, മറ്റുള്ള ജനങ്ങളെ എല്ലാം എൻ്റെ കർത്താവ് ഇതിലേക്ക് കൊണ്ടുവരുവാൻ ദൈവപ്രവൃത്തി അയച്ച് മാനിക്കുകയും സഹായിക്കുമാറാകണമേ. ഇനിയും ഒരുപാട് സഹോദരങ്ങളെ എൻ്റെ കർത്താവ് ഹല്ലേലൂയ വിളിച്ച് വേർതിരിച്ച് കർത്താവെ ഹല്ലേലൂയ പാസ്റ്റർ മുഖാന്തരം കർത്താവെ സാക്ഷി പറയുവാനും അതിനുള്ള ഇടയൊരുക്കുമാറാകണമേ. കർത്താവെ, ഇനിയും ഒരുപാട് ജനങ്ങൾ കർത്താവെ ജാതികളിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാൻ ദൈവമേ അനുഗ്രഹിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി യാതന കേട്ടനാൽ യേശുവിന്റെ അധികാര നാമത്തിൽ ആമേൻ 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 ആമേൻ. താങ്ക് യു പ്രിയ അംബിക സിസ്റ്റർ. ഇത്രത്തോളം സമയം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ സിസ്റ്ററിനുള്ളതായ നന്ദി സ്നേഹത്തിടത്തിൽ അറിയിക്കുന്നു. ദയമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന അന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിടത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ടവരുടെ ദൈവം നാമയപ്പെടും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.